ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണല്ലേ. ആദ്യത്തെ ഭാഗത്തില് പാർട്ട് വണ്ണില് നമ്മൾ കുറച്ച് നമ്പേഴ്സുകളെ പരിചയപ്പെട്ടു. വെറുതെ അങ്ങ് പരിചയപ്പെടുകയല്ല, അവിടെ വളരെ കാര്യമാകുന്ന രീതിയിൽ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും കുറച്ച് നമ്പറുകളെ പരിചയപ്പെടണം. ആദ്യത്തെ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നോ അതേപടി തന്നെ ഈ ക്ലാസ്സിലും കൃത്യമാകുന്ന രീതിയിൽ നോട്ടുകൾ എഴുതി കൃത്യമായി പഠിച്ച് ആവർത്തിച്ച് വീഡിയോകൾ കാണുകയോ അല്ലെങ്കിൽ ആവർത്തിച്ച് കണ്ടന്റുകളിലൂടെ കടന്നു പോകുകയോ, എഴുതിയ കണ്ടന്റ് കയ്യിലുണ്ടല്ലോ അതിലൂടെ കടന്നു പോവുകയോ ഒക്കെ ചെയ്യണം. എന്നിട്ട് വേണം ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകാൻ. അതായത് ഒരു തവണ മാത്രം ഒരു സാധനത്തിനെ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് മനസ്സിലേക്ക് പതിപ്പിക്കാൻ സാധിക്കും എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റികൾ ഓരോ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? ആണ്. അപ്പോ നമ്മുടെ പാർട്ട് ടൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ അടുത്തതാകുന്ന കുറച്ച് ടൈപ്പ് ഓഫ് നമ്പറുകളെ പരിചയപ്പെടുന്നു. മക്കളെ, ഇതിലെ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ആരാണ്? ഇൻഡിജർ എന്ന് പറയുന്ന ആളാണ്. എടാ, പൂർണ്ണ സംഖ്യകൾ എന്നാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡിജറിനെ വിളിക്കുക. ഇവിടെ എന്താണ് പൂർണ്ണ സംഖ്യകൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടണം. ആരാണ് ആ ഇങ്ങനെ ഒരാളെന്നൊന്ന് നോക്കേ. അവനെ വിളിക്കുന്ന പേരാണ് നമ്പർ ലൈൻ. എന്തെന്ന് വിളിക്കൂടാ? നമ്പർ ലൈൻ എന്ന് വിളിക്കും ഇതിനെ. എന്താടാ? നമ്പർ ലൈൻ എന്ന് വിളിക്കും ഇതിനെ. ഓക്കെ അല്ലേ? നമ്പർ ലൈൻ, സംഖ്യാരേഖ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പേരിട്ടോ, അതിന് കുഴപ്പമില്ല. എടാ, ഇവന്റെ ഒത്ത നടുക്ക് കിടക്കുന്ന ആള് പൂജ്യമാണ്. പൂജ്യത്തിന് ശേഷം ദാണ്ടെ ഒന്നുണ്ടാകും, രണ്ടുണ്ടാകും, മൂന്ന്, നാല്, അഞ്ച്, ഇങ്ങനെ മൂല്യങ്ങൾ തുടർന്ന് വലതുഭാഗത്തേക്ക് എന്ന വണ്ണം പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഇടതുഭാഗത്തേക്ക് വരുമ്പോ -1, ദാണ്ടെ -2, ദാണ്ടെ -3, ഇങ്ങനെ രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ കൃത്യമാകുന്ന രീതിയിൽ ദാ ഇവനെ വിളിക്കുന്ന പേര് നമ്പർ ലൈന് എന്നാണ് എന്ന് മനസ്സിലാക്കുക. എടാ, ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള മൂല്യങ്ങൾ ആരൊക്കെയാ? ദാ ഈ പൂജ്യത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3, 4, 5. അതുപോലെ -1, -2, -3, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളതാകുന്ന നമ്പർ ലൈനുകളിലെ നമ്പറുകൾ ആരാണോ അവനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിജർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിജർ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന, എടുത്തു പറയാൻ പോകുന്ന പേരുകളാണ്. എങ്കിൽ പോലും ഞാൻ അതിനെ ആദ്യമേ പറയുകയാണ്. എടാ, ഈ പറയുന്ന പൂജ്യത്തിന്റെ വലത് ഭാഗത്ത് കിടക്കുന്ന ആളുകളെ കണ്ടോ? ഈ പൂജ്യത്തിന്റെ വലതു ഭാഗത്തേക്ക് കിടക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് ഇൻഡിജറുകൾ. അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ആളുകൾക്കെല്ലാം അവിടെ സൈൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പ്ലസ് ചിഹ്നമാണ് കൂടെയുള്ളത്. ദാ ഈ പൂജ്യത്തിന്റെ ഇടത് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്ന ആളുകളാ. എന്നാൽ പൂജ്യം എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്രത്യേക നെഗറ്റീവ് സ്വഭാവമോ ഒരു പ്രത്യേക പോസിറ്റീവ് സ്വഭാവമോ എടുത്തു പറയുവാനില്ല. രണ്ടും ആയി പരിഗണിക്കുന്നില്ല പൂജ്യത്തെ എന്ന് മാത്രം പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി വരുമ്പോൾ പറഞ്ഞു വരാം. അപ്പൊ എന്താ പറഞ്ഞേ? നമ്പർ ലൈനുകളിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതായ സംഖ്യ ആരാണോ അവനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിജർ. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നവനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നേ? ഇൻഡിജർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ഒരു ചോദ്യം നോക്കേ മക്കളെ. നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരാളെന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരാളെയാ. ആരെയാ മക്കളെ? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരാളിനെയാ. എടാ, ഈ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നവനെ നമ്മൾ മലയാളത്തില് നേരത്തെ പൂർണ്ണ സംഖ്യ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നാണോ? അല്ല. പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിജർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പരിപൂർണ സംഖ്യ എന്നാണ് പറയുന്നതെങ്കിൽ, പരിപൂർണ സംഖ്യ എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അനക സംഖ്യ എന്ന് പറയും. മക്കളെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആകുന്ന രീതിയിൽ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഏതാ ഈ പറയുന്ന മൂല്യങ്ങൾ നോക്കുക. 6, അതുപോലെ തന്നെ 28, അതുപോലെ 496, അതുപോലെ തന്നെ 8128. ആ നമ്പറുകൾ 3 ഒന്ന് 4 ഒന്ന് പഠിച്ചു വെച്ചേ. ഏതൊക്കെയാ ഞാൻ പറഞ്ഞ സംഖ്യകൾ എന്ന് പറയുന്നേ? പറഞ്ഞ മക്കളെ, ഏതൊക്കെ സംഖ്യകൾ പറഞ്ഞു? 6, 28, 496, 8128. ഇത്രയും ആകുന്ന സംഖ്യകളാണ് അവിടെ വരുന്നത്. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞും വരുന്നുണ്ട്. അപ്പോ നമ്മുടെ അടുത്ത് എങ്ങനെയാ ചോദ്യം വരുന്നത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു തരാം. എടാ,
ഒരൊറ്റയക്കം മാത്രം വരുന്ന ഒരനക സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പറിന് ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാൽ അത് 6 വരുന്നത്. ഒറ്റ സംഖ്യ മാത്രമേ അവിടെയുള്ളൂ. ഒറ്റയക്കം മാത്രം വരുന്ന സംഖ്യകളുടെ കൂട്ടത്തിൽ ഒരനക സംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? 6. രണ്ടക്കങ്ങളുള്ള സംഖ്യകളാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 28. ഒരു 3 അക്ക അനക സംഖ്യ പറയാൻ പറഞ്ഞാൽ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 496. 4 അക്ക അനക സംഖ്യ എന്ന് പറയുമ്പോൾ അത് 8128. ഇത് കാണാതെ പഠിച്ചങ്ങ് വെച്ചാൽ മതി. 6, 28, 496, 8128. 6, 28, 496, 8128. തൽക്കാലം ഈ 4 പേരുകൾ കാണാതെ പഠിക്കുക. എന്താ ഇങ്ങനെ വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഒറ്റയക്കം മാത്രം വരുന്ന ഒരനക സംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് 6. രണ്ടക്കങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ അത് 28. 3 അക്കങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ അത് 496. 4 അക്കങ്ങൾ ഉണ്ട് എങ്കിൽ അത് 8128 എന്ന് പഠിച്ചു. ഇനി എന്താണ് ഇവിടെ പറയാനുള്ളതാകുന്ന കാര്യങ്ങൾ നോക്കിയേ മക്കളെ. ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഘടകങ്ങൾ എന്നാണ് അതിനെ വിളിക്കുക എന്നറിയാമല്ലോ? അറിയാം. ഇപ്പോ ഞാൻ നമ്മുടെ ഒരു ഉദാഹരണം എന്ന വണ്ണം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു. 6 എന്ന സംഖ്യ. 6 എന്ന സംഖ്യയുടെ ഘടകങ്ങളായി ആരൊക്കെ ഉണ്ടാകും? 6 എന്ന സംഖ്യകൾക്ക് ഘടകങ്ങളായി ആരൊക്കെ ഉണ്ടാകും? അറിയാം. 6 എന്ന സംഖ്യയെ പൂർണ്ണമായി ഹരിക്കുവാൻ സാധിക്കും എന്ന നിലയിൽ ഏതൊക്കെയാകുന്ന സംഖ്യകളുണ്ടോ ഹരിക്കാൻ സാധിക്കുന്ന ആ ഓരോ സംഖ്യയെയും 6ന്റെ ഓരോ ഘടകമായി പറയാം. 6നെ 1 കൊണ്ട് ഭാഗിക്കാം, അതുകൊണ്ട് 1 ഒരു ഘടകമാണ്. 6നെ 2 കൊണ്ട് ഭാഗിക്കാം, അതുകൊണ്ട് 2 ഒരു ഘടകമാണ്. 6നെ 3 കൊണ്ട് ഭാഗിക്കാം, അപ്പോ 3 ഒരു ഘടകമാണ്. 6നെ ഇനി നമുക്ക് ഭാഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംഖ്യ 6നെ 6 കൊണ്ട് തന്നെ ഭാഗിക്കുക എന്ന, അതായത് തന്നിട്ടുള്ളതാകുന്ന ഒരു സംഖ്യ 6, അതിനെ ഏതൊക്കെയോ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് 0 വരുന്നതാകുന്നത് എപ്പോഴൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഏതൊക്കെയോ സംഖ്യകൾ എടുക്കുന്നു, 6നെ അത് വെച്ചുകൊണ്ട് ഹരിക്കാൻ ശ്രമിക്കുന്നു. അത് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നത് അല്ലെങ്കിൽ 0 തരുന്നത് ആരൊക്കെയാണോ അവന്മാരെ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള ഘടകങ്ങൾ എന്നുള്ളത് മനസ്സിലായല്ലോ? മനസ്സിലായി. അവിടെ 1, 2, 3, 6 ഒക്കെ എന്താണ്? 6ന്റെ തന്നെ ഘടകങ്ങളാ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത് സംഖ്യ എടുത്താലും പൊതുവാകുന്ന രീതിയിൽ ഈ 2 ആളുകൾ ഉണ്ടാകും. ഏതൊക്കെ ആളുകൾ? 1 എല്ലാ സംഖ്യയ്ക്കും പൊതുവായ ഒരു ഘടകം വരുന്ന ആളാണ്. എല്ലാ സംഖ്യകളിലും പൊതുവായ ഘടകം എന്ന് പറയുന്ന ആൾ 1 ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. ഇപ്പൊ ഞാൻ 15ന്റെ ഘടകം ചോദിച്ചാൽ 15ന്റെ ഘടകങ്ങളായതിൽ മസ്റ്റായിട്ട് വരുന്ന 2 ആളുകളാണ് 1ഉം അതുപോലെ തന്നെ അതേ സംഖ്യയാകുന്ന 15 എന്ന് പറയുന്ന ആള്. ഇത് രണ്ടും മസ്റ്റായിട്ട് അവിടെ ഉണ്ടാകും. ഇവര് രണ്ടുപേരും മസ്റ്റ്. പിന്നെ അതിനിടയിൽ വേറെ കുറെ ആളുകൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോ ഒന്നേന്ന് ഇനി കാര്യങ്ങൾ പറഞ്ഞു വരാം. ഞാൻ പറഞ്ഞതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് എന്ന് പറഞ്ഞു ഘടകങ്ങളായിട്ട്. ശിഷ്ടം 0 വരുന്ന ആളുകൾ എന്ന രീതിയിൽ ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് വെച്ച അതിന്റെ 6ന്റെ ഘടകങ്ങളാണ് ഈ പറയുന്നവരെല്ലാവരും. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, ഒന്ന് കൂട്ടേ ഇതിനെ. 1 + 2 + 3 + 6 കൂട്ടുമ്പോ എന്ത് വരും? ഇവിടെ 6ഉം 3ഉം 9ഉം 2ഉം 11ഉം 1ഉം 12 എന്ന് വരില്ലേ? വരും. ഇനി എന്താ സംഭവം നോക്കേ. തന്നിരിക്കുന്നതായ സംഖ്യയുടെ ഇരട്ടിയാണ് ഘടകങ്ങളുടെ തുക വരുന്നതെങ്കിൽ എന്താ? ഘടകങ്ങളുടെ തുക എന്താണ്? ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി. ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് ആരുടെ? സംഖ്യയുടെ ഇരട്ടിയാണ്. സംഖ്യയുടെ ഇരട്ടിക്ക് തുല്യമാണ്. ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് സംഖ്യകളുടെ ഇരട്ടിയാകുന്നതിന് തുല്യമാണ് എന്നാണെങ്കിൽ അങ്ങനെ വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാ പെർഫെക്റ്റ് നമ്പറുകൾ എന്ന് പറയുന്നത്, പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത്, അനഘ സംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലാവുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ 28ന്റെ കേസ് ഒന്ന് വേണമെങ്കിൽ നോക്കിക്കോ. 1 എന്ന് പറയുന്ന ആളുണ്ട് അവിടെ, 2 എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ട്, 3 ഇല്ല, 4 എന്ന് പറയുന്ന ഒരാൾ അവിടെയുണ്ട്, 5 ഇല്ല, 6 ഇല്ല, 7 എന്ന് പറയുന്ന ഒരാൾ അവിടെയുണ്ട്. ഓക്കെ അല്ലെ? 7, 4, 28. ഇനി അവിടെ 8 എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടോ? ഇല്ല. 9 എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടോ? ഇല്ല. 10 എന്ന് പറയുന്ന ആളില്ല. 11 ഇല്ല, 12 ഇല്ല, 13 ഇല്ല, 14 വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണ്ട. അവിടെ ഇനി ആകെ വരാൻ സാധ്യതയുള്ളത് 28 മാത്രമാണ്.
ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കേ. 28 10 38 4 42 7 49 4 53 53 2 55 3 56 28ന്റെ ഇരട്ടിയാകുന്ന മൂല്യമാണല്ലോ 56 എന്ന് പറയുന്നത്. ഇവിടെ മൊത്തമാകുന്ന ആളുകളുടെ തുക എടുക്കുമ്പോൾ നമുക്ക് 56 കിട്ടുന്നുണ്ടല്ലോ. ആയ കാരണം കൊണ്ട് 28 എന്ന് പറയുന്നത് ഒരു പരിപൂർണ സംഖ്യയ്ക്ക് ഉദാഹരണമാണ്, ഒരു പെർഫെക്റ്റ് നമ്പറിന് ഉദാഹരണമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഘടകങ്ങളുടെ തുക എടുക്കുമ്പോൾ നമുക്ക് സംഖ്യയുടെ ഇരട്ടിയാകുന്ന രീതിയിൽ മൂല്യം വരണമെന്നാ പറഞ്ഞേ. ഡൗട്ടുകളില്ലല്ലോ. അപ്പൊ അതാണ് ആരെന്ന് പറയുന്നത്? പെർഫെക്റ്റ് നമ്പറുകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാകുന്ന ആൾ ആരാന്ന് നോക്കേടാ. പ്രൈം നമ്പറുകൾ എന്ന് പറയാം, അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. ഇവന്മാരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. എടാ, ഈ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പറുകളെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. എന്താണ് ഇവന്മാര്, ആരാണ് ഇവന്മാര് എന്നൊന്ന് ശ്രദ്ധിച്ചേ. അഭാജ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോട്ട് ഡിവിസിബിൾ എന്നതാകുന്ന രീതിയിലാണ്. എന്താണ്? നോട്ട് ഡിവിസിബിൾ എന്ന രീതിയിൽ. അതായത് ഇനി ഇവന്മാരെ ഘടകങ്ങളാക്കുവാൻ സാഹചര്യം ഇല്ല. ഇനി ഇവന്മാർക്ക് ഒരു ഘടകങ്ങൾ എന്ന രീതിയിൽ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ ഘടകങ്ങളായി പൊതുവായി എല്ലായിടത്തും ആരൊക്കെയുണ്ടോ ആ രണ്ടേ രണ്ടാളുകളെ ഇവിടെയുള്ളൂ. അതായത് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവന്മാർക്ക് എത്ര ഘടകങ്ങൾ? 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പറുകൾ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇവന്മാർ ചെറുതാകില്ല, ഇവന്മാരെ വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. അവിടെ ആകെ 2 ഘടകങ്ങളുള്ള, ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്തതാകുന്ന ആളുകൾ പ്രൈം നമ്പറുകൾ എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ ആണോ? ആണ്. ഇനി എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് നോക്കേ. ഒന്നും അതുപോലെ തന്നെ സംഖ്യ ഏതാണോ അതേ സംഖ്യ തന്നെ. ഒന്നും അതേ സംഖ്യയും തന്നെയാണ് വരുന്നതെങ്കിൽ, ഒന്നും അതുപോലെ തന്നെ അതേ സംഖ്യയും മാത്രമാണ് ഘടകങ്ങളായിട്ട് വരുന്നതെങ്കിൽ, ദ ഒൺലി ഫാക്ടേഴ്സ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒന്നും അതുപോലെ അതേ സംഖ്യ തന്നെയുമാണ് വരുന്നതെങ്കിൽ ഉറപ്പായും അവിടെ 2 ഘടകങ്ങൾ മാത്രമുള്ളതാകുന്ന ആ കണ്ടീഷനിൽ കിട്ടുന്ന നമ്പർ അല്ലെ കയ്യിലുള്ള നമ്പറിനെ എന്തെന്ന് വിളിക്കാം? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. മക്കളെ, ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് കൂടുതലാകുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധയോടുകൂടി കേൾക്കണം, ശ്രദ്ധിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്ന് നോക്കേ. എടാ, 1 എന്ന് പറയുന്ന ആൾ ഒരിക്കലും എന്തല്ല? ഒരു പ്രൈം ആകുന്ന നമ്പർ അല്ല. 1ന് മുകളിലേക്ക് എന്ന രീതിയിൽ 2ൽ തുടങ്ങുന്നതാണ് ആരെന്ന് പറയുന്നത്? അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. എടാ, ഈ പറയുന്ന അഭാജ്യ സംഖ്യകളാകുന്ന അല്ലെങ്കിൽ പ്രൈം നമ്പറുകളുടെ കൂട്ടത്തിലുള്ള ഒരേ ഒരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2. അതുപോലെ ഏറ്റവും ചെറുതാകുന്ന അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അത് ആരാ? 2. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 2. അതുപോലെ ഒരേ ഒരു അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിലുള്ള ഇരട്ട സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ആരാ വരിക? 2. അതിനർത്ഥം എന്താ? ഈ കൂട്ടത്തിൽ ഇനിയുള്ളതാകുന്ന ആളുകൾ എല്ലാവരും തന്നെ പൂർണ്ണമായും ഒറ്റ സംഖ്യകളാണ്. ഒരേ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ, അത് 2. മനസ്സിലായോ? ഇനി ആരൊക്കെ വരുന്നു എന്ന് നോക്കണം. അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. എടാ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾക്ക് ഇടയിൽ മൊത്തം 25 അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് പഠിക്കുക. ഓക്കെ ആണോ? 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾക്ക് ഇടയിൽ മൊത്തം എത്രയാകുന്ന അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 25 പേരുണ്ട്. അതുപോലെ 1 മുതൽ 50 വരെയുള്ളതാകുന്ന ആളുകൾക്കിടയിൽ എത്ര പേരെന്ന് ചോദിച്ചാൽ അവിടെ 15 അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് പഠിക്കുക. എത്ര ഉണ്ട്? 15 അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോ 2 എന്ന് പറയുന്ന ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് പറയുന്ന ആള്, അതുപോലെ 1നും 100നും ഇടയിൽ 25 സംഖ്യകൾ, 1നും 50നും ഇടയിൽ 15 സംഖ്യകൾ. ഇനി നമുക്ക് അത് ആരൊക്കെയെന്ന് പഠിക്കാം. നോക്കേടാ, 2 കഴിഞ്ഞാൽ വരുന്ന അഭാജ്യ സംഖ്യ 3 ആണ്. 3 കഴിഞ്ഞാൽ വരുന്നത് 5, അത് കഴിഞ്ഞാൽ വരുന്നത് 7. ഇങ്ങനെയുള്ള 4 പേരാണ് 10ന് താഴെയുള്ള. ഓക്കെ അല്ലേ? 10ന് താഴെ എത്ര ആളുകളുണ്ട് മക്കളെ? 4 പേരാണ് 10ന് താഴെയുള്ള. 2, 3, 5, 7 തുടങ്ങിയ 4 പേര്. ശ്രദ്ധിച്ചോ, ഇവിടെ ഈ പറയുന്ന 2ന് ആകെ 2 ഘടകങ്ങളെ, 1ഉം 2ഉം മാത്രം. 3ന് അതുപോലെ തന്നെ 1ഉം 3ഉം ആണ് അതിന്റെ ഘടകങ്ങൾ. 5ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1ഉം 5ഉം. 7ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1ഉം 7ഉം. അതായത് 2 ഘടകങ്ങൾ മാത്രമല്ലേ ഇവന്മാർക്കുള്ളൂ. ശരി, അത് കഴിഞ്ഞ് ഇനി വരുന്ന 7 കഴിഞ്ഞാൽ 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല. അത് കഴിഞ്ഞാൽ വരുന്നത് 11. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ 13. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ 17. അത് കഴിഞ്ഞ് വരുന്നത് 19. 20ൽ താഴെ 10ന് മുകളിലേക്കും എത്ര ആളുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 4 പേര്. എത്ര പേരുണ്ട്? 4 പേര്.
ഇനി നമുക്ക് 20ന് മുകളിലേക്ക് പോവാം. 20ന് മുകളിലേക്ക് വരുമ്പോൾ 23ഉം 29ഉം. എടാ 20ന് മുകളിൽ 30ന് താഴെ 2 ആളുകളേ ഉള്ളൂ. 2 ആളുകളേ ഉള്ളൂ. 23, 29 തുടങ്ങിയ 2 ആളുകൾ. അത് കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ആ 30ന് മുകളിലേക്ക് എന്ന രീതിയിൽ പോകുമ്പോൾ അവിടെ 31 വരും. അതിനുശേഷം അവിടെ വരുന്നതാകുന്ന അടുത്ത ആള് എന്ന് പറയുന്നത് 37 എന്ന് പറയുന്ന ഒരാളാണ്. ഈ 2 പേരുണ്ടാകും 30ന് മുകളിൽ. 30ന് മുകളിൽ 2 ആളുകളേ ഉള്ളൂ. 2 ആളുകളേ ഉള്ളൂ. 31ഉം 37ഉം. അത് കഴിഞ്ഞ് തൊട്ടടുത്തതാകുന്ന രീതിയിൽ 40ന് മുകളിലേക്ക് എന്ന രീതിയിൽ വരുന്ന ആളുകൾ, എടാ 41, 43, അത് കഴിഞ്ഞു വരുന്നത് 47. കണ്ടോ? 41, 43, 47. ഓക്കെ ആണോ? ഇവിടെ 40ന് മുകളിൽ എത്ര പേരെന്ന് ചോദിച്ചാൽ മക്കളെ എത്ര പേര്? 3 പേര്. 40 കഴിഞ്ഞു. ഇനി 50ന് മുകളിലേക്ക് വരുമ്പോ അവിടെ 2 പേര്, 53ഉം 59ഉം വരും. എത്ര പേരുണ്ടാകും? 53ഉം 59ഉം വരും. അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ആളുകൾ എന്ന് പറയുന്നത് മക്കളെ 61ഉം അത് കഴിഞ്ഞ് വരുന്നത് 67ഉം. ഇവര് 2 പേരുമാണ് 60ന് മുകളിലേക്കുള്ള 2 പേര് എന്ന് പറയുന്നത്. 70ൽ താഴെ. 70ന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ 71 ഉണ്ട്, 73 ഉണ്ട്, 79 ഉണ്ട്. അങ്ങനെ 70ന് മുകളിൽ 80ന് താഴെ എത്ര പേരുണ്ട് മക്കളെ? 3 പേരുണ്ട്. ദാ ഇതെല്ലാം ശ്രദ്ധിച്ചേ. 2 പേര്. ദാ ഇവിടെ എത്ര പേരെന്ന് ചോദിച്ചാൽ 2 പേര്. ദാ ഇവിടെ 3 പേര്. ഇനി അടുത്തത് 80ന് മുകളിലേക്ക് വരുമ്പോൾ 83ഉം 89ഉം 2 പേരേ ഉള്ളൂ. ഇനി 90 എന്നതിന് മുകളിലും 100ന് താഴെയും. ഇതാണ് ഏറ്റവും കൂടുതലായി ഇവിടെ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം. മക്കളെ 97 മാത്രം. 90ന് മുകളിൽ 100ൽ താഴെ ഒരേ ഒരു അഭാജ്യ സംഖ്യ മാത്രമേ ഉള്ളൂ. അവന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? 97. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ ഏത്? 97. 90ന് മുകളിലും 100ൽ താഴെയും ഉള്ളതാകുന്ന ഒരു അഭാജ്യ സംഖ്യ ഏത്? അത് 97. ഒരേ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആളുകളെ പഠിച്ചു. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 83, 89, 53, 59, 61, 67, 71, 73, 79, 83, 89, 97 ഇങ്ങനെയാകുന്ന മൊത്തത്തിൽ എത്ര പേര്? ദാണ്ടെ നോക്കിക്കോ, എണ്ണം നോക്കിക്കോ. ദാണ്ടെ 4, 8, 10, 12, 15, 17, 19, 3, 22, 2, 24, 1, 25. മൊത്തം എത്ര പേരുണ്ടടാ? 1 മുതൽ 100 വരെ 25 പേര്. ആളുകളെയും പഠിക്കണം, അവന്മാരുടെ സ്വഭാവം പഠിക്കണം. ഉറപ്പല്ലേ? അപ്പോ ആകെ ഒരേ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒറ്റ സംഖ്യകളാണ്. ഈ ഒരു കാര്യം മനസ്സിലാവുമല്ലോ? കൃത്യമാകുന്ന രീതിയിൽ പഠിക്കാൻ സാധിക്കുമല്ലോ? പറ്റും. കൃത്യമായിട്ട് അഭാജ്യ സംഖ്യകൾ ആരൊക്കെയുണ്ട്, എന്താണ് അവന്മാരുടെ പ്രത്യേകത എന്ന് പഠിച്ചല്ലോ? പഠിച്ചു. അപ്പോ 2 ഘടകങ്ങൾ മാത്രമുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാകുന്ന ഒരു ചോദ്യം നോക്കേടാ. കോ പ്രൈം എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇതിൽ അഭാജ്യ സംഖ്യ എന്നാണ് എഴുതിയിട്ടുള്ളത്. സഹ അഭാജ്യ സംഖ്യ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എടാ നമുക്ക് തന്നിട്ടുള്ളതാകുന്ന 2 സംഖ്യകൾ, മിനിമം എത്ര സംഖ്യകൾ ഇവിടെ തരും? മിനിമം എത്ര സംഖ്യകൾ വേണം? 2 പേര് വരണം. അതായത് ഞാനിപ്പോ പറയാ 4 അതുപോലെ തന്നെ 7 എന്ന 2 സംഖ്യ എടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന കാര്യം, 2 സംഖ്യകൾ തരും. നമ്മളുടെ കയ്യിലേക്ക് 2 സംഖ്യകൾ തരും. ഈ 2 സംഖ്യകൾ തങ്ങളിൽ പരിഗണിക്കുമ്പോ എടാ അവന്മാർക്ക് 2 പേർക്കുമുള്ള ഘടകങ്ങളിലെ ഏറ്റവും വലുതാകുന്ന ഘടകം എന്താണ് പറഞ്ഞേ? ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ 2 സംഖ്യകൾ തരണം. ആ 2 സംഖ്യകളെ പരിഗണിക്കുമ്പോ 2 സംഖ്യകൾക്ക് കൂടി പൊതുവായി വരുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്, ഫാക്ടർ അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് ആരായിരിക്കണം? വലുത് എന്ന് പറയുന്നത് 1 അല്ലാതെ വേറെ ആരും വരാൻ പാടില്ല. 1 ആയിരിക്കണം അവിടെ വരേണ്ടത്. ഏറ്റവും വലിയ 2 സംഖ്യകൾക്കിടയിലുള്ള ഘടകം 1 എന്നാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഏറ്റവും വലിയ ഘടകത്തിനെ വിളിക്കുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അല്ലെങ്കിൽ HCF, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന ഉസാഗ എന്ന പേരിട്ടാ വിളിക്കുന്നത്. ഉസാഗ എന്ന പേരിട്ടാ വിളിക്കുന്നത്. അപ്പോ ഉസാഗ അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് 1 ആകുന്ന സംഖ്യകൾ, ഘടകങ്ങളാകുന്നതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും എന്ത്? സഹ അഭാജ്യ സംഖ്യ. ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ 4 എന്നിവിടെ എഴുതുന്നു, 7 എന്ന് എഴുതുന്നു. 2 പേരുടെയും ഫാക്ടറുകൾ ഒന്ന് പറഞ്ഞേ. 4ന്റെ ഘടകങ്ങളിൽ 1 വരുന്നുണ്ട്, അതുപോലെ 2 വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ 4 വരുന്നുണ്ട്. 7ന്റെ ഘടകങ്ങളിൽ 1 ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? 7 ഉണ്ട്. കാര്യം 7 ഒരു പ്രൈം നമ്പർ ആണല്ലോ, ആകെ 2 പേരെ വരുത്തുള്ളൂ. ഇനി നോക്കേ, 4 എന്ന് പറയുന്നത് പ്രൈം ആണോ? നോട്ട് പ്രൈമാ. 4 എന്ന് പറയുന്ന ആളൊരു പ്രൈം നമ്പർ ആണോ മക്കളെ? അല്ല.
അപ്പോ നമ്പറുകൾ പ്രൈം ആകണമെന്ന് നിർബന്ധമില്ല. പരിഗണിക്കപ്പെടുന്ന രണ്ട് സംഖ്യകൾക്കിടയിൽ പൊതുവായി വരുന്ന ഘടകങ്ങളിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഒന്നാകണമെന്നേ പറഞ്ഞുള്ളൂ. അതായത് HCF 1 ആകണമെന്നേ പറഞ്ഞുള്ളൂ. നോക്കേടാ, ഇവിടെയുള്ള രണ്ട് സ്ഥലങ്ങളിലുമുള്ള പൊതുവാകുന്ന ഘടകങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞ് പരിഗണിക്കാൻ ആകെ 1 എന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. അതുപോലെ അടുത്തൊരാള് 8, 9 എന്നിങ്ങനെ രണ്ടുപേരെ പരിഗണിച്ചു. പറഞ്ഞേ നോക്കേ, 8ന്റെ ഘടകങ്ങളായിട്ട് വരുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 4 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 8. 9ന്റെ ഘടകങ്ങളായിട്ട് വരുന്നത് 1 ഉണ്ട്, 3 ഉണ്ട്. 3 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 9 ആയിട്ടാ. രണ്ടിടത്തും പൊതുവായ ഘടകം എന്ന് പറയാൻ കാണിക്കുന്നത് 1 എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ ഇവര് രണ്ടുപേരും എന്താണെന്ന് പറയാം? കോ പ്രൈമുകളാകുന്ന സ്ഥിതിയിലാണ് നിലകൊള്ളുന്നത്. അതായത് ആ രണ്ട് സംഖ്യകൾക്കിടയിൽ പൊതുവായ വലിയ ഘടകം എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയാകുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരായി എന്തെന്ന് പറയുന്നത്? കോ പ്രൈം നമ്പറുകൾ എന്ന് വിളിക്കുന്നത്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ആരാണ് കോ പ്രൈം നമ്പർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അപ്പൊ ആരാണ് ഈ കോ പ്രൈം നമ്പർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. കൃത്യമാകുന്ന രീതിയിൽ തന്നെ ആളെ കവറപ്പ് ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോ കോ പ്രൈം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലതാകുന്ന ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും ചെറിയതാകുന്ന സിമ്പിൾ ആകുന്ന ഞാൻ ഈ പറഞ്ഞു തന്ന മാതൃകയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുവാനുള്ളതാകുന്ന സാഹചര്യം ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങളെ മൊത്തമാകുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. ഇതിനകത്ത് ഡൗട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ പറയുക. അപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചു തരാം. എന്താ ഞാൻ പറഞ്ഞ മക്കളെ? ഇന്റിജറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സംഖ്യകൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കേണ്ടത്. നമ്പർ ലൈനുകളാകുന്ന ആളുകളിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആ നമ്പർ ലൈനിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ആരാണോ അവനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇന്റിജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നത്? പൂർണ്ണസംഖ്യ എന്ന് വിളിക്കുന്നത്. ഇനി എന്താ പറഞ്ഞേ? പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ എന്താ, തന്നിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണോ തന്നിട്ടുള്ള സംഖ്യക്ക് അതിന്റെ തുക എടുക്കുമ്പോൾ സംഖ്യയുടെ ഇരട്ടിയാകുന്ന രീതിയിൽ കിട്ടണം. ഇനി എന്താ പറഞ്ഞേ? പ്രൈം നമ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നാ പറഞ്ഞേ? പ്രൈം നമ്പറുകൾ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇനി വെട്ടിച്ചെറുതാക്കാൻ സാധിക്കാത്ത രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകൾ, അവന്മാരെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ആ രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, അതുപോലെ തന്നെ ആ സംഖ്യ തന്നെയും, ഈ രണ്ടുപേരെ അവിടെ ഉണ്ടാവുള്ളൂ. കോപ്രൈം നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ആര് വരും? സഹ അഭാജ്യ സംഖ്യകൾ. അതായത് രണ്ടുപേർക്ക് ഇടയിലുള്ളതാകുന്ന എന്ത് ഈ പൊതുവാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, രണ്ട് സംഖ്യകൾക്കിടയിലുള്ള പൊതുവായ ഘടകം എന്ന് പറയുന്നതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? 1 എന്നായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ അവന്മാരെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ സഹ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഡൗട്ടുകളൊന്നുമേ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതാകുന്ന കുറച്ച് സംഖ്യകൾ കൂടി പരിചയപ്പെടാനുണ്ട്. അതിനകത്തേക്ക് നീങ്ങാം കേട്ടോ. കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളും പഠിക്കാൻ പറ്റിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. കാര്യമാകുന്ന രീതിയിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ടതാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കേട്ടോ. ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ അടുത്തതാകുന്ന ആളിനകത്തേക്ക് കടക്കുന്നു. കോമ്പോസിറ്റ് നമ്പറുകൾ എന്ന അതിനെ വിളിക്കുന്നത്. എന്ത് പേരിട്ടാ വിളിക്കുന്നത്? കോമ്പോസിറ്റ് നമ്പർ. മക്കളെ ഒറ്റയടിക്ക് പറയാം, എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച പ്രൈം നമ്പറുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്? അതിന് നേർ വിപരീതമായി നിൽക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന കോമ്പോസിറ്റ് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ. അതായത് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, എന്താ ഞാൻ പറഞ്ഞേ? കൂടുതൽ എന്തുണ്ടാകും? രണ്ടിൽ കൂടുതൽ എന്തുണ്ടാകും മക്കളെ? കൂടുതൽ എന്തുണ്ടാകും? ഫാക്ടേഴ്സ് ഉണ്ടാകും. രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാകും എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഭാജ്യസംഖ്യ. ഉദാഹരണം പറഞ്ഞു തരാമല്ലോ. എടാ, ഞാൻ 28 എന്ന് എടുത്തു. ഘടകങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയുണ്ട്? 1 എന്ന് പറയുന്ന സംഖ്യയുണ്ട്, 28 എന്ന് പറയുന്ന സംഖ്യയുണ്ട്. ഇതെന്തായാലും ഉറപ്പാണ്. ഏത് സംഖ്യ എടുത്താലും ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ്. ആരൊക്കെ? 1 എന്ന് പറയുന്ന ആളും അതേ സംഖ്യ തന്നെയും അവിടെ ഉണ്ടാകും. ഇതിനിടയിൽ ഇനി വേറൊക്കെ ആരുണ്ടെന്ന് മാർക്ക് ചെയ്തേ. 2 ഉണ്ട്, പിന്നെ അവിടെ 4 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, പിന്നെ 14 വരുന്നുണ്ട്. കണ്ടോ? ഒന്ന് ആലോചിച്ചോക്കെ. എണ്ണി നോക്കുമ്പോ ദാണ്ടെ 1, 2 ഇതല്ലാതെ 3 ഒരെണ്ണം കൂടെ അധികം വന്നാൽ മതി. രണ്ടിൽ കൂടുതൽ എന്നേ പറയുന്നുള്ളൂ. രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? കോമ്പോസിറ്റ് അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ എന്നായിരിക്കും. ഇനി അടുത്തതാകുന്ന സംഭവത്തിനകത്തേക്ക് വന്നാൽ ഈ ഹൈലി കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
മക്കളെ ഇതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. പക്ഷെ ഇതിനെ ഒന്ന് അടുത്തറിഞ്ഞു വെക്കുന്നു എന്നതിൽ തെറ്റില്ല. കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമുക്ക് ഏറ്റവും നല്ലതുപോലെ എന്താണ് ഈ പറയുന്ന ഹൈലി കോമ്പോസിറ്റ് എന്ന വാക്ക്, അതിഭാജ്യ സംഖ്യ എന്ന് പറയും ഇതിനെ. എന്തെന്ന് വിളിക്കൂടാ? അതിഭാജ്യ സംഖ്യ എന്ന് വിളിക്കും. അതായത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒന്നിന്റെ ഘടകങ്ങളായിട്ട് ആരൊക്കെയുണ്ട്? ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിന്റെ ഘടകമായിട്ട് ആരുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടിന്റെ ഘടകമായിട്ട് ഒന്നുണ്ട്, രണ്ടുണ്ട്. മൂന്നിന്റെ ഘടകമായിട്ട് ആരൊക്കെയുണ്ട്? ഒന്നുണ്ട്, മൂന്നുണ്ട്. നാലിന്റെ ഘടകമായിട്ട് ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുണ്ട്, രണ്ടുണ്ട്, നാലുണ്ട്. ശരിയല്ലേ? ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. എടാ, ഈ പറയുന്ന തൊട്ടു മുമ്പുള്ള സംഖ്യയെ അപേക്ഷിച്ച് ഞാനിപ്പോ പറയാം, ഇവിടെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് ഘടകം. ഇവിടെയും രണ്ട്. ഇവിടെ എന്താണ്? മൂന്ന് ഘടകമുണ്ട്. ഇത്രയേ ഉള്ളൂ. എടാ, ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, കേട്ടോ, എന്താണ്? ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നുള്ള സംഖ്യയേക്കാൾ കൂടുതൽ ഓക്കെയാണോ? സംഖ്യയേക്കാൾ കൂടുതൽ. തൊട്ടു മുമ്പുള്ള സംഖ്യ ഏതാണോ ആ സംഖ്യയേക്കാൾ കൂടുതലാകുന്ന രീതിയിൽ എണ്ണം ഘടകങ്ങൾ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹൈലി കോമ്പോസിറ്റ്. ഉദാഹരണം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോ 4 എന്ന് പറയുന്ന ഒരു സംഖ്യയെ പരിഗണിച്ച് നിങ്ങൾ ഈ 4നെ പരിഗണിച്ച്, 4ന്റെ ഘടകങ്ങൾ മൊത്തം എത്ര പേരുണ്ട്? 3 പേരുണ്ട്. 3ന് ഘടകങ്ങൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പൊ തങ്ങളിൽ പരിഗണിക്കുമ്പോൾ 2ആണോ വലുത്, 3ആണോ വലുത്? മക്കളെ 3ആ വലുത്. അപ്പൊ നമ്മൾ പറയും 3നേക്കാൾ ഹൈലി കോമ്പോസിറ്റ് ആണ് 4 എന്ന് പറയും. ഓക്കെ, 3നേക്കാൾ ഹൈലി കോമ്പോസിറ്റ് ആണ് ആരെന്ന് പറയും? 4 എന്ന് പറയും. 3നേക്കാൾ ഹൈലി കോമ്പോസിറ്റ് ആണ് ആരെന്ന് പറയും? 4 എന്ന് പറയും. ഡൗട്ട് ഇല്ലല്ലോ? 3നേക്കാൾ ഹൈലി കോമ്പോസിറ്റ് ആണ് ആരെന്ന് പറയും? 4 എന്ന് പറയും. അപ്പോ വേണമെങ്കിൽ ഇപ്പോ നമുക്ക് ഒരു 4 ഓപ്ഷൻ തരിക, അതിനകത്തുനിന്ന് ഈ പറയുന്ന ഹൈലി കോമ്പോസിറ്റ് ആണ് ഇവന്മാര് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിസ്സാരമാകുന്ന രീതിയിൽ പറയും. ഇപ്പൊ വേണമെങ്കിൽ 6നകത്തേക്ക് വാ. 6ന്റെ ഘടകങ്ങൾ നോക്കുമ്പോൾ 1ഉണ്ട്, 2ഉണ്ട്, 3ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് 6. മൊത്തം എത്ര ഘടകങ്ങളുണ്ട് മക്കളെ? 4 ഘടകങ്ങളുണ്ട്. ആയ കാരണം കൊണ്ട് അവിടെ വരുന്നൊരു ഗുണം എന്താന്ന് ചോദിച്ചാൽ 4 എന്ന് പറയുന്ന ആളിനേക്കാളും 5 എന്ന് പറയുന്ന ആളിനേക്കാളും ഘടകങ്ങളുടെ എണ്ണം 6ന് പൊതുവെ എന്താണ്? കൂടുതലാണ്. 4 പേരുണ്ട്. 5 എന്ന് പറയുന്ന ആൾക്ക് എത്ര ഘടകം കാണും? 2 പേര്. കാര്യം 5 ഒരു പ്രൈം നമ്പർ അല്ലേ? 5ന്റെ ഘടകങ്ങളുടെ എണ്ണത്തെക്കാളും 4ന്റെ ഘടകങ്ങളുടെ എണ്ണത്തെക്കാളും കൂടുതലുണ്ട് 6ന്. അതുകൊണ്ട് 6 എന്ന് പറയുന്ന ആൾ എന്താണ്? ഹൈലി കോമ്പോസിറ്റ്. അതായത് തൊട്ടു മുമ്പുള്ള ആള് എന്താണ് എന്ന് നോക്കുക. അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള, അല്ലെങ്കിൽ രണ്ടാളുകളെ പരിഗണിക്കുമ്പോൾ കൂട്ടത്തിലെ വലിയ സംഖ്യക്ക് എന്തുണ്ടാകണം? എണ്ണം, ഫാക്ടറുകളുടെ എണ്ണം കൂടുതലാണ്. അതായത് തൊട്ട് മുമ്പുള്ള എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. മുമ്പുള്ള ആ സംഖ്യയേക്കാൾ കൂടുതലാകുന്ന രീതിയിൽ എണ്ണം വരുന്നു ഘടകങ്ങളിൽ എന്നാണെങ്കിൽ, എണ്ണം എന്ന് പറയുന്നത് ഘടകങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ വരും. തൊട്ടു മുമ്പുള്ള സംഖ്യയേക്കാൾ കൂടുതൽ വരും. അങ്ങനെയാണെന്നാണെങ്കിലാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഹൈലി കോമ്പോസിറ്റ് എന്ന് വിളിക്കുക. അടുത്ത നോക്കേടാ, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. മക്കളെ, ഈ ഇറാഷണൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് മലയാളം എന്താ? അഭിന്നകങ്ങൾ എന്നാണ്. അതായത് ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രാക്ഷൻസ് എന്ന രീതിയിൽ ഭിന്നകങ്ങൾ, നമ്മൾ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞില്ലേ? ഭിന്നസംഖ്യ എന്ന് പറഞ്ഞില്ലേ? ആ ഒരു കാര്യം ഓർത്താൽ മതി. ഇവിടെ ആ ഭിന്നകങ്ങൾ എന്ന് പറയുമ്പോൾ ഭിന്ന രൂപത്തിൽ എഴുതുവാൻ സാധിക്കാത്ത ആൾ. ഭിന്ന രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ P/Q ഫോം എന്നല്ലേ പറഞ്ഞു? അല്ലെങ്കിൽ നമ്മൾ അതിനെ A/B ഫോം എന്നല്ലേ പറഞ്ഞു? ഈ രൂപത്തിൽ പറഞ്ഞാൽ എഴുതുവാൻ സാധിക്കാത്തവനെ വിളിക്കുന്ന പേര്, ഈ രൂപത്തിലേക്ക് എഴുതുവാൻ സാധിക്കാത്ത ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇറാഷണൽ എന്ന് പറയുന്നത്. ഈ രൂപത്തിലേക്ക് എഴുതാൻ സാധിക്കാത്ത ആളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇറാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഈ രൂപത്തിലേക്ക് എഴുതാൻ സാധിക്കുന്നില്ല. ഇപ്പോ ഇവിടെ ഇങ്ങനെയുള്ള സംഖ്യകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. പൈ എന്ന് പറയുന്ന ആൾ ഇതിനൊരു ഉദാഹരണമാണ്. √2 ഇതിനൊരു ഉദാഹരണമാണ്. √3 ഇതിനൊരു ഉദാഹരണമാണ്. ഇങ്ങനെ √5 ഇതിനൊരു ഉദാഹരണമാണ്. ഇങ്ങനെ പോകും ഇവിടെ ആളുകൾ. ഓക്കെ മക്കളെ, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇനി ഈ ഒരു കാര്യം മനസ്സിലായി. ഇനി എന്താണ് ഇങ്ങനെ വരുന്ന ഒരു കാര്യം എന്നുള്ളത് നമുക്കൊന്ന് ഇരുത്തി പറഞ്ഞു തരണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം അങ്ങോട്ട് ഇട്ട് തരാം. ഇവിടെ ഈ P/Q ഫോമിലേക്ക് എഴുതണമെങ്കിൽ ഇപ്പോ ദശാംശ രൂപത്തിൽ എഴുതുമ്പോ ഇപ്പൊ ഞാൻ എഴുതുക 2.14376 2 5 4 ഇങ്ങനെ ഒരു ഓർഡറും ഇല്ലാതെ ഞാൻ കുറെ സംഖ്യകളെ ഇങ്ങനെ അങ്ങ് എഴുതി പോകുന്നു എന്ന് വിചാരിക്കാം.
ഓക്കെ. രണ്ടാമതൊരു സംഖ്യ ഞാൻ പരിചയപ്പെടുത്താം. 2.14141414 ഇങ്ങനെ പോകുന്ന ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അവിടെ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ ആളിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ആളിനെ അപേക്ഷിച്ച് നോക്കുമ്പോ എടാ, ആദ്യത്തെ ആളിന് കൃത്യമായ ഒരു ഓർഡർ ഒന്നുമില്ല. പക്ഷേ ഈ രണ്ടാമത്തെ ആളിലേക്ക് വരുമ്പോ 14 എന്ന് പറയുന്ന സംഖ്യ കൃത്യമാകുന്ന രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആവർത്തിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റെക്കറിങ് എന്ന് വിളിക്കും. കൃത്യമാകുന്ന ഇടവേളകളിൽ ആവർത്തിച്ചു പോകുന്ന തരം സംഖ്യകളെ വിളിക്കുന്ന പേരാ റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറയും കേട്ടോ. അപ്പോ അല്ലെങ്കിൽ റെക്കറിങ് സ്വഭാവമുള്ള ആളുകൾ എന്ന് പറയും. ഇതിനെ റെക്കറിങ് ഡെസിമൽസ്, റെക്കറിങ് ഫ്രാക്ഷൻ എങ്ങനെ വേണേലും വിളിക്കാം. പക്ഷെ ഇവിടെ എന്താ, അങ്ങനെ ഇത്ര കഴിയുമ്പോൾ ആവർത്തിക്കുന്നു എന്ന് പറയാൻ ഒരു സ്വഭാവം അവൻ കാണിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആവർത്തന സ്വഭാവം കാണിക്കാത്ത ആളുകളെ ഈ പറയുന്ന P/Q ഫോമിൽ എഴുതാൻ സാധിക്കത്തില്ല. ഓക്കെ. അതായത് ഒരു ഫ്രാക്ഷണൽ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്തു വേണം? കൃത്യമാകുന്ന ഇടവേളകളിൽ ഏതെങ്കിലും ആകുന്ന രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് ആവർത്തിക്കുന്ന രീതിയിലേക്ക് കിട്ടണം. ഓക്കെ ആണോ? അങ്ങനെ ആവർത്തിക്കുന്നില്ല, അവനൊരു റെക്കറിങ് സ്വഭാവം ഇല്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും അവിടെ ഈ പറയുന്ന ഈ ആദ്യം എഴുതിയിരിക്കുന്ന ആള് എന്ന് പറയുന്നത് എന്താ? ആദ്യം എഴുതിയിരിക്കുന്ന ആള് എന്ന് പറയുന്നത് എന്താ? അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി പറയേണ്ട ഒരു കേസാണ്. അവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ആള് എന്ന് പറയുന്ന ആൾക്ക് നമുക്ക് രണ്ടാമത് എഴുതിയേക്കുന്നതിന് കൃത്യമായിട്ട് ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്ന ആൾക്ക് നമുക്കൊരു ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. പക്ഷെ ആദ്യം എഴുതിയിരിക്കുന്ന ആളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു ഫ്രാക്ഷൻ എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇപ്പോ തന്നെ അവിടെ നിന്ന് നമുക്ക് റാഷണൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഷണലിന്റെ ഓപ്പോസിറ്റ്, അതായത് P/Q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളായി റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ആളുകൾ, അവരെ നമുക്ക് ഫ്രാക്ഷൻസുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഈ പറയുന്ന √2ഉം പൈയും √5ഉം ആയിട്ടുള്ള P/Q ഫോമിൽ ഇവന്മാരൊഴികെ P/Q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന ബാക്കി എല്ലാ നമ്പേഴ്സുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ പറയുന്ന ആരെന്ന് വിളിക്കാം മക്കളെ? റാഷണൽ നമ്പേഴ്സുകൾ അല്ലെങ്കിൽ ഭിന്നകങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ആ കൂട്ടത്തിൽ അടുത്ത ആള് റിയൽ നമ്പേഴ്സാണ്. മക്കളെ, ഈ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ നമ്പറുകളെയും ഉൾക്കൊള്ളിക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ ലൈനിൽ എനിക്കൊരു സംഖ്യ മാർക്ക് ചെയ്യണം. ഇപ്പൊ 5.8 എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. 5.6 എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. -5.1 എനിക്ക് മാർക്ക് ചെയ്യണം. 58/7 എനിക്ക് മാർക്ക് ചെയ്യണം. ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആളെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. നമ്മൾ ഇത്രയും നേരവും പഠിച്ചുകൊണ്ടിരുന്നതായ സംഖ്യകളിലെ ആ സംഖ്യകളിലെ ഏറ്റവും വലുതാകുന്ന ആള് എന്ന് പറയുന്നത് ആരാന്നറിയോ? റിയൽ നമ്പറാണ്. ഓക്കെ അല്ലെ? റിയൽ നമ്പേഴ്സാണ്. ഈ റിയൽ നമ്പറുകളാകുന്ന ആളുകളുടെ ഉള്ളിൽ വരുന്ന ആളുകളിലാണ് ആരുള്ളത്? ഈ റാഷണൽ എന്ന് പറയുന്ന ഒരാൾ വരുന്നത്. ഓക്കെ അല്ലേ? ഈ റാഷണൽ എന്ന് പറയുന്നവന്റെ ഉള്ളിലാണ് ആര് വരുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന ഒരുത്തൻ വരുന്നത്. അതിന്റെ ഉള്ളിലാണ് ആര് വരുന്നത്? ഹോൾ നമ്പേഴ്സ് വരുന്നത്. അതിന്റെയും ഉള്ളിൽ ഏറ്റവും ഉള്ളിലായിട്ടാണ് ആര് വരുന്നത്? നാച്ചുറൽ നമ്പർ. അതായത് റിയൽ നമ്പറിന്റെ അകത്ത് റാഷണൽ ഉണ്ട്, റാഷണലിന്റെ അകത്ത് ഇൻഡിജർ ഉണ്ട്, ഇൻഡിജറിന്റെ അകത്ത് ഹോൾ നമ്പർ ഉണ്ട്, ഹോൾ നമ്പറിനകത്ത് നാച്ചുറൽ നമ്പർ ഉണ്ട്. എന്നാൽ ഇവിടെ റിയൽ നമ്പറിനകത്ത് അടുത്തൊരാളും കൂടെ വരും. അത് സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടാണ് എഴുതേണ്ടത്. ഇറാഷണൽ എന്ന രീതിയിൽ എഴുതണം. ഓക്കെ അല്ലേ? ഇനി റിയൽ ആകുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളെന്ന് ഇറാഷണലിനെയും മാർക്ക് ചെയ്യാം, റാഷണലിനെയും മാർക്ക് ചെയ്യാം. പക്ഷെ റാഷണലിനകത്താണ് ഈ പറയുന്ന ഇൻഡിജറും ബാക്കിയെല്ലാം വരുന്നത്. ഇറാഷണൽ തനിയായിട്ട് മാറിക്കിടക്കുക. ഇനി ഇതല്ലാതൊരു വിഭാഗമുണ്ട്, ഇമാജിനറി സംഖ്യകൾ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇമാജിനറി സംഖ്യകൾ എന്ന് പറയും. ഓക്കെ അല്ലേ? അതായത് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ സാധിക്കാത്ത സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി സംഖ്യകൾ എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചില്ലേ? മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചാകുന്ന ആളുകളെ കൂടി എന്ത് ചെയ്യാനുണ്ട് മക്കളെ? പരിചയപ്പെടാനുണ്ട്. എന്റെ കൂടെ ഒന്ന് കൃത്യമാകുന്ന രീതിയിൽ ഒന്ന് നീങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കേട്ടെ? ഓക്കെ അല്ലേ? അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളതാകുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് നോക്കേടാ. എടാ, ഇതിനകത്ത് രാമാനുജൻ സംഖ്യ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ടേ.
നോക്കേടാ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് രാമാനുജൻ സംഖ്യ എന്ന് പറയുന്ന സംഖ്യയാണ് കേട്ടോ. എടാ, രാമാനുജൻ നമ്പർ മക്കളെ ഒന്നുമില്ല. രാമാനുജൻ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം 1729. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എടാ രണ്ടു പ്രത്യേക രീതികളിൽ രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി എത്തിക്കുവാൻ നമുക്ക് 1729 സാധിക്കും. അങ്ങനെ എത്താൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ, ഒന്നിലധികമാകുന്ന വഴികളിലൂടെ എത്താൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന 1729. എങ്ങനെയൊക്കെയാ? 1ന്റെ ക്യൂബും 12ന്റെ ക്യൂബൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1729. അതുപോലെ 10ന്റെ ക്യൂബിന്റെ കൂടെ 9ന്റെ ക്യൂബ് കൂട്ടിയാലും നമുക്ക് വന്നെത്താൻ പറ്റുന്നത് 1729. അതായത് ഒന്നിലധികമാകുന്ന വഴികളിലൂടെ എത്തുവാൻ സാധിക്കുന്ന ഒരു ചെറിയ സംഖ്യ ക്യൂബുകളുടെ തുക എന്ന വണ്ണം 1729 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നു കാപ്പറേക്കർ കോൺസ്റ്റന്റ്. മക്കളെ, ഇത് കാപ്പറേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയും. 6174 ഇത് മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴും ഇത് SCERT പോലെയുള്ള സംവിധാനത്തിനകത്തൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നത് കൊണ്ടാണ് ഇത് എടുത്തു ചോദിക്കുന്നത്. അല്ലാതെ ഇത് എങ്ങനെ വന്നു എന്ന് ചോദിക്കില്ല. താഴെ തന്നിരിക്കുന്നതിൽ കാപ്പറേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതാരായിരിക്കും? 6174. അടുത്ത നോക്കിയ അൺലക്കി നമ്പർ. മക്കളെ, അതെപ്പോഴും 13. നമ്മൾ ഈ മന്ത്രിമാര് പണ്ട് റൂം വാങ്ങാറില്ല 13 നമ്പറുള്ള, കാറ് വാങ്ങാറില്ല 13 നമ്പറുള്ള, ISROയിൽ 13 നമ്പറുള്ള ഈ പറയുന്ന എന്താണ് മറ്റേ ഈ ബഹിരാകാശ പേടകം ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനം PSLV എന്നൊക്കെ പറയുന്ന 13 എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ഒരു അൺലക്കി നമ്പറായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയാണ് പറയുന്നത്. കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് ISROയിൽ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അൺലക്കി നമ്പർ എന്ന് പറയുന്നത് ആരെയാണ്? 13നെയാണ്. ഗോഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കളെ, ദൈവത്തിന്റെ നമ്പർ അല്ലെങ്കിൽ ഗോഡ്സ് നമ്പർ എന്ന് പറയുന്നത് 777. ഏതാടാ? 777നെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഗോഡ്സ് നമ്പർ അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്പർ. ചില സ്ഥലങ്ങളിൽ നമുക്ക് 20 എന്ന് കാണാറുണ്ട്. ഏതാണ് ഉള്ളത് അതിനെ അങ്ങ് പരിഗണിച്ചാൽ മതി. ആക്ച്വലി ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ കാണും. 777 തന്നെ ആയിരിക്കും ഉണ്ടാകുക. അടുത്ത നോക്കേ, പാലിൻഡ്രോമിക് നമ്പേഴ്സ്, സമമിത സംഖ്യകൾ. ഈ പാലിൻഡ്രോമിക് അല്ലെങ്കിൽ സമമിത സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, തിരിച്ചിട്ടാലും അങ്ങോട്ട് വായിച്ചാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും ഒരേ ആള് തന്നെ വരുന്നത് ആരൊക്കെയാണോ അവനെ വിളിക്കുന്ന പേരാ. ഉദാഹരണത്തിന് 121, അതായത് 121. തിരിച്ചിട്ടാലും 121, അങ്ങോട്ടിട്ടാലും 121. അടുത്തത് മേളി എഴുതിയ 777, തിരിച്ചിട്ടാലും 777, മറച്ചിട്ടാലും 777. അടുത്തത് 4004 എന്ന് പറയുന്നത് അങ്ങോട്ടിട്ടാലും ഇങ്ങോട്ടിട്ടാലും വായിക്കുന്നതൊന്നും. ഇങ്ങനെയുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സമമിത സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാലോചിച്ച് നോക്കിയേ, 154, 51 ഇതും ഒരു സമമിത നമ്പറാണ്, സമമിത സംഖ്യകളാണ്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ആളുകളിലേക്ക് കിടക്കാം. എടാ, ആംസ്ട്രങ് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആംസ്ട്രങ് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കളെ, ഒന്നുമില്ല. ഇവിടെ ക്യൂബുകൾ എടുക്കണം. അതായത് ഇപ്പോ എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ, എന്റെ കയ്യിൽ ഒരു സംഖ്യ ഉണ്ട്, 153 എന്നാണെന്ന് വിചാരിക്കുക സംഖ്യ. അങ്ങനെയെങ്കിൽ 1ന്റെ ക്യൂബും 5ന്റെ ക്യൂബും 3ന്റെ ക്യൂബും എടുക്കണം. അതായത് എത്ര എണ്ണം സംഖ്യയുണ്ട് ഇവിടെ? സ്ഥാനങ്ങൾ എത്ര ഉണ്ട്? 3 സ്ഥാനമുള്ള ഒരു സംഖ്യയാണ് 153. അപ്പോ 3 സ്ഥാനമാണെങ്കിൽ പവറുകൾ 3 ആയിരിക്കണം വരേണ്ടത്. അങ്ങനെയുള്ള രീതിയിൽ ക്യൂബുകൾ എടുക്കണം. 153 എന്ന് പറയുന്ന ആളിന്റെ അകത്തുള്ള 1, 5, 3 മൂന്നിന്റെയും ക്യൂബ് എടുക്കണം. കൂട്ടുമ്പോൾ കിട്ടുന്നത് 153 തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അതുപോലെ 371, അവിടെ നമുക്ക് 3ന്റെ ക്യൂബ് എടുക്കാം. 3 സംഖ്യയല്ലേ ഉള്ളേ? 7ന്റെ ക്യൂബ് എടുക്കാം, അതുപോലെ 1ന്റെ ക്യൂബ് എടുക്കാം. കിട്ടുന്നത് എത്ര തന്നെ ആയിരിക്കും? 371 തന്നെയായിരിക്കും. അതുപോലെ 1, 6, 3, 4 കിട്ടുമ്പോ 1ന്റെ പവർ എത്ര വരണോടാ? 4. കണ്ടോ, 4 സംഖ്യകളുണ്ട് ഇവിടെ. അപ്പോ 1ന്റെ പവർ 4, 6ന്റെ പവർ 4, 3ന്റെ പവർ 4, 4ന്റെ പവർ 4. ഇങ്ങനെയാകുമ്പോൾ കൂട്ടിയെടുക്കുന്ന എല്ലാം കൂടെ ചേർത്തുള്ള മൂല്യം 1, 6, 3, 4 എന്ന് തന്നെ തിരിച്ചു കിട്ടും. അതായത് തന്നിരിക്കുന്ന സംഖ്യകളെ പരിഗണിക്കുക, അവരിൽ എത്ര എണ്ണം ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കുക, പവർ അത്രയും വെച്ച് തനിത്തനിയാകുന്ന രീതിയിൽ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് തുക എടുക്കുമ്പോൾ എനിക്ക് അതേ സംഖ്യ തിരിച്ചു കിട്ടുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഐഡന്റിറ്റി നമ്പേഴ്സ് എന്ന് എന്തെന്ന് പറയുന്നത്? ആംസ്ട്രങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് അനന്യതം. കണ്ടോ, അനന്യതം അല്ലെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ്. ഇവിടെ നമ്മളെടുത്ത് ഒരു കാര്യം ചോദിക്കുക, ഈ ഐഡന്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റമില്ലാതെ തുടരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മാറ്റം ഉണ്ടാകരുത്.
ഓക്കെ അല്ലെ? മാറ്റം ഉണ്ടാകരുത്, ഇതാണ് സാധനം. മാറ്റം ഉണ്ടാകരുത്, അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇപ്പൊ എന്റെ കയ്യിൽ 5 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞതാ, ഇതിന്റെ കൂടെ മാറ്റം ഉണ്ടാകാതെ തുടരണമെങ്കിൽ 0 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി, എനിക്ക് ആൻസർ 5 കിട്ടും. അതുകൊണ്ട് ഈ 0 എന്ന് പറയുന്നത് എന്തായി മാറുമോടെ? ഒരു ഐഡന്റിറ്റി എലമെന്റ് പോലെ മാറും എന്നുള്ളതാണ്. ഇനി അവിടെ ഗുണിക്കുക അല്ലെങ്കിൽ ഭാഗിക്കുക എന്നാണെങ്കിൽ അവിടെ 1 എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്നാൽ മതി, സംഖ്യകളിൽ മാറ്റമില്ലാതെ തുടരും. ഓക്കെ അല്ലേ? അപ്പോ ആ ഒരു സാധനം എന്താന്ന് മനസ്സിലാവുമല്ലോ. ആ ഒരു രീതിയിൽ അങ്ങനെയാണെങ്കിൽ അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കുന്ന സാധനം, കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഇത്രയും അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? എന്താണ് അപ്പൊ അനന്യതം എന്ന് പറഞ്ഞാല്? അനന്യതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാറ്റമില്ലാതെ തുടരാൻ വേണ്ടി എന്തു ചെയ്യണം? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനാണെങ്കിൽ 0 അവിടെ വരേണ്ടത്. അല്ല, അവിടെ ഗുണിക്കുക ഹരിക്കുക എന്ന പ്രക്രിയയാണ് നടക്കുന്നതെങ്കിൽ 1 വരേണ്ടത്. മാറ്റമില്ലാതെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അതായത് തരുന്ന സംഖ്യയെ മാറ്റമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടു. അപ്പോ കൂട്ടുകയും കുറയ്ക്കുകയും, ഇപ്പൊ കൂട്ടുക എന്ന് പറഞ്ഞാൽ സങ്കലനം എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ സങ്കലന വിപരീതം എന്നതിനെ വിളിക്കും. സോറി, ആ സങ്കലന അനന്യതം എന്നതിനെ വിളിക്കും. അതുപോലെ ഗുണന അനന്യതം എന്നതിനെ വിളിക്കും, ഗുണിക്കുക എന്നുള്ള രീതിയിലാവുമ്പോൾ. അതറിയാലോ, അത് കാര്യമൊന്നുമില്ല. മാറ്റമില്ലാതെ തുടരാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മക്കളെ കാര്യമായി മനസ്സിലാക്കി തന്നെ എന്റെ കൂടെ തുടർന്നോണം, കേട്ടോ. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, തരുന്നവനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്റെ കയ്യിലേക്ക് തരുന്നത് 2/3 എന്നാണെങ്കിൽ ഇതിനെ തിരിച്ചിടണം എന്നർത്ഥം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചിടണം, തല തിരിച്ചു കൊടുക്കുക, 3/2. എന്റെ കയ്യിൽ തരുന്നത് 8/5 എന്നാണെങ്കിൽ അതിനെ തിരിച്ചിടുക, അപ്പൊ 5/8. തല തിരിച്ചു വിടുന്നതിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ശരിക്കും ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താന്ന് ചോദിച്ചാല്, 2/3 ആകുന്ന എന്റെ കയ്യിലേക്ക് ഒരു സംഖ്യ, 2/3 എന്നൊരു സംഖ്യ എന്റെ കയ്യിലേക്ക് തന്നു എന്ന് വിചാരിക്കാം. ഈ സംഖ്യയോടൊപ്പം ഏത് സംഖ്യ ഗുണിക്കപ്പെട്ടാൽ എന്റെ ഉത്തരം 1 മാറും എന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, 3/2. കണ്ടോ? അപ്പോ എന്റെ കയ്യിൽ തന്നിട്ടുള്ളതാകുന്ന സംഖ്യ മറ്റൊരു സംഖ്യയോടൊപ്പം ഗുണിക്കുമ്പോ ഉത്തരം 1 മാറണമെങ്കിൽ ആ 1 മാറാൻ വേണ്ടി ഗുണിക്കുന്നവനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഗുണന വിപരീതം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സങ്കലന വിപരീതം എന്ന് പറയുന്നത്. മറ്റേ ഒന്നുമില്ല, ഇവിടെ എളുപ്പമാണ്. 5 എന്ന് പറയുന്ന ഒരു സംഖ്യ എന്റെ കയ്യിൽ തന്നു എങ്കിൽ ഇതിന്റെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ 5 തന്നതെങ്കിൽ ഇതിന്റെ എതിരങ്ങിട്ടാ മതി, -5 വരും. എന്താ പ്രത്യേകത? 5നോടൊപ്പം മറ്റേത് സംഖ്യ കൂട്ടുക എന്നാണെങ്കിലാണ് 0 കിട്ടുന്നത്. ഇതാണ് ചോദ്യം. ഒരു സംഖ്യ എന്റെ കയ്യിൽ തന്നു, ആ സംഖ്യയെ 0ത്തിലേക്ക് എത്തിക്കാൻ എന്തു ചെയ്യണം? ആ സംഖ്യയെ ചിഹ്നം മാറ്റി കൂട്ടിയാൽ മതി. എന്റെ കയ്യിൽ 6 തന്നതെങ്കിൽ 6 + 6, അതിന്റെ ചിഹ്നം മാറ്റി കൂട്ടണം. അവിടെ എന്ത് ചെയ്യണം? -6 കൂട്ടിയാൽ മതി, അപ്പൊ എന്റെ ആൻസർ 0. എന്റെ കയ്യിൽ -7 തരുന്നതെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ കൂട്ടണം. ആരെ കൂട്ടണം? ചിഹ്നം മാറ്റി കൂട്ടണം, 7നെ കൂട്ടണം, അപ്പൊ എന്റെ ആൻസർ 0. അപ്പോ ഇത്രയേ ഉള്ളൂ, 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 0 വരണം. ഒരു സംഖ്യ തന്നിട്ടുണ്ട് എങ്കിൽ ആ തന്നിട്ടുള്ള സംഖ്യയോടൊപ്പം ആരെ കൂട്ടുമ്പോഴാണ് 0 വരുന്നത്? ഓക്കെ, അത് ആ ചിഹ്നം മാറ്റി ഇട്ട് കൊടുത്താൽ മതി. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സങ്കലന വിപരീതം എന്ന് പറയുന്നത്. ഇനി ഈ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വില എന്ത് എന്ന രീതിയിൽ ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല മക്കളെ, നമ്പർ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാകും. അതാണ്, അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് ഈ പറയുന്ന കേവല വില. ഞാനിപ്പോ പറയാ, ഇവിടെ -5 കിടപ്പുണ്ട്, ഇവിടെ -3, അല്ല വേണ്ട, -4, ഇവിടെ -3, ഇവിടെ -2, ഇവിടെ -1, 0, ദാണ്ട് ഇവിടെ 1, ഇത് 2 എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്ത 2 പോയിന്റുകളിൽ ഒരെണ്ണം കിടക്കുന്നത് 2-ലാണ്, മറ്റൊരാൾ കിടക്കുന്നത് 4-ലാണ്. എങ്കിൽ ഈ -4-ലാണ്. -4നും 2നും ഇടയിൽ എത്രയാകുന്ന ദൂരമുണ്ട്? എടാ, ഇവൻ 0ത്തിലേക്ക് എത്തുമ്പോ അറിയാം, ഇവിടെ നിന്ന് എത്ര അകലെയാണെന്ന് ചോദിച്ചാൽ 4 നമ്പറുകൾ മാറിയാണ് ഇവൻ വന്നേക്കുന്നത്, 4-ാം സ്ഥാനത്ത്. ഇവിടെ നിന്ന് 2 സ്ഥാനങ്ങൾ മാറിയാണ് 2 വന്നേക്കുന്നത്. അപ്പൊ മൊത്തം കൂടെ എത്ര വരും? 6 എന്ന് വരും. മൊത്തം കൂടെ എത്ര വരും? 6 എന്ന് വരും. 6 സ്ഥാനങ്ങൾ മാറി അവൻ അവിടെ കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, എല്ലായ്പ്പോഴും പോസിറ്റീവ് മൂല്യം മാത്രമാണ് ഈ കേവല വിലയ്ക്ക് വരാറ്. കേവല വിലയ്ക്ക് നെഗറ്റീവ് മൂല്യം വരാറില്ല. കേവല വില എന്ന് പറയുന്ന ആൾക്ക് എല്ലായ്പ്പോഴും വരുന്ന മൂല്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് മൂല്യമായിരിക്കും. കേവല വിലയ്ക്ക് എല്ലായ്പ്പോഴും വരുന്ന വാല്യൂ അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? വലുതിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന മൂല്യം മാത്രമേ ഉള്ളൂ. ഇവൻ എന്താണെന്ന് നോക്കേ. ഞാൻ പറയുന്നു, എടാ, 2 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന്
ഈ -4 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്താൻ എന്തു ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. വലുതെന്ന് പറഞ്ഞാൽ 2, ചെറുത് -4. കുറയ്ക്കണം, അപ്പൊ മൈനസ് ചിഹ്നം. മൈനസ് മൈനസ് കൂടെ എന്തായി? പ്ലസ് ആയി. അപ്പൊ 4 ഉം 2 6 എന്ന് വരും. കണ്ടോ? അപ്പൊ ഞാൻ പറയാ, എടാ -17 എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ -8 എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് എന്താകുന്ന ദൂരം ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതിലൂടെ ഇതേപോലെ തന്നെ കണ്ടുപിടിക്കണം. വലുതിന്ന് ചെറുത് കുറച്ചാൽ മതിയടാ. -8 വലുത്, അറിയാലോ. ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് -1, അറിയാലോ. ആ -8 നിന്ന് കുറയ്ക്കണം. ആരെ കുറയ്ക്കണം? ആ പറഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ഏതാ? -17 കുറയ്ക്കണം. കുറയ്ക്കുമ്പോ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ മൈനസും മൈനസും പ്ലസ് ആകും. ഇവിടെ -8 + 17 എന്നാകും. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ എത്രന്റെ ഗ്യാപ്പ് ഉണ്ട് അവിടെ? 8 കഴിച്ച് 17 എത്താൻ എത്രന്റെ ഗ്യാപ്പ് ഉണ്ട്? 17 8 കുറച്ചടാ. 17 8 കുറച്ചാ എന്റെ ആൻസർ എത്ര വരും? അവിടെ എന്റെ ആൻസർ എന്ന് പറയുന്നത് 9 എന്ന് വരും. അതായത് 9 സ്ഥലങ്ങൾ മാറിക്കിടക്കുന്നു. ഇതാണ് അവിടുത്തെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വില എന്ന് പറയുന്നത്. കേവല വില. വലുതിന്ന് ചെറുത് കുറച്ച് കൊടുത്താൽ മതി. വലുതിന്ന് ചെറുത് കുറച്ച് അവിടെ അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പൊ തന്നെ ആൻസർ കേവല വില ആയിക്കോളും. 9 വരുന്നത്. അതായത് ഉദ്ദേശം എന്താന്ന് മനസ്സിലായല്ലോ. അതായത് ഇവിടെ -8 ആണെന്ന് വിചാരിക്കാം, അല്ലേ? വേണ്ട. ഇത് -17 ആണെന്ന് വിചാരിക്കാം. ഇവിടെ -16, -15, -14, -13, -12, -11, -10, -9, എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കേടാ. 1 2 3 4 5 6 7 8 9. കണ്ട, ആ ഗ്യാപ്പ് മൊത്തം കൂടെ എടുത്തപ്പോ എത്ര വന്നിട്ടുണ്ട്? 9 വന്നിട്ടുണ്ട്. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ആ ഗ്യാപ്പിന്റെ ഗ്യാപ്പിനെയാണ് നമ്മൾ കേവല വില അല്ലെങ്കിൽ അബ്സല്യൂട്ട് വില എന്ന് പറയുന്നത്. ഇനി ഒരാളെയും കൂടെ പഠിക്കാനുണ്ട്. അതാണ് നവശേഷം എന്ന് പറയുന്നത്. നവശേഷം എന്ന് പറഞ്ഞാൽ, നവം എന്ന് പറഞ്ഞാൽ എന്താ? 9. ഏതെങ്കിലും ആകുന്ന ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്ന എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നവശേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എളുപ്പത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം മക്കളെ. ഇത്രയേ ഉള്ളൂ. 9 എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യ തരികയാണ്. അതിന്റെ ശിഷ്ടം കണ്ടുപിടിക്കാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയാൻ 9 എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആകുന്ന 2 അല്ലെങ്കിൽ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 9 വന്നാൽ അതിനെ അങ്ങ് വെട്ടണം. ഏതെങ്കിലും ആകുന്ന 2, 3, 4 എത്രയോ എണ്ണം സംഖ്യകളായിക്കോട്ടെ, അവന്മാരെ തങ്ങളിൽ കൂട്ടുമ്പോ 9ന്റെ ഗുണിതങ്ങൾ വന്നാലും എന്ത് ചെയ്യണം? വെട്ടണം. അവശേഷിക്കുന്നത് എന്തോ അതിനെ കൂട്ടിയെടുത്താൽ മതിയാകും. എന്നിട്ട് ഒരു ഒറ്റയക്കമാക്കി പറഞ്ഞാൽ മതിയാകും. 9ൽ താഴെയുള്ള ഒരൊറ്റ അക്കമാക്കി പറഞ്ഞാൽ മതിയാകും. അതായിരിക്കും ശിഷ്ടം. എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നോക്കേ. എടാ 6 3 5 8 1 4 6 9 ഇതാണ് എന്റെ സംഖ്യ. ഇത്രയും വലിപ്പമുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ പേടിക്കണ്ട. നോക്കേ, 9 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വെട്ടാൻ പറഞ്ഞു, വെട്ടി. കൂട്ടുമ്പോൾ 9 വരുന്നവന്മാരുണ്ടോ? 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9. 8ഉം 1ഉം കൂടെ കൂട്ടിയാൽ 9. 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9. അവശേഷിക്കുന്ന ഒരേ ഒരു സംഖ്യ 6. അങ്ങനെയാണെങ്കിൽ 9 കൊണ്ട് ഇവനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 6 എന്നായിരിക്കും വരിക. പിടികിട്ടിയില്ലേ? അടുത്തവനിലേക്ക് വാ. എടാ 7 4 3 2 8 6 ഒരു 1 5 ഇങ്ങനെ വിചാരിച്ചു നോക്കടാ. 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9. 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9. ഇനി അവിടെ ഉള്ളത് 7 2ഉം കൂടെ കൂട്ടിയാൽ 9. 8 1ഉം കൂടെ കൂട്ടിയാൽ 9. ഇനി അവിടെ ആരെയും പരിഗണിക്കാനില്ല, 0 ആരും ഇല്ല അവിടെ എടുക്കാൻ. 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കുവാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ് എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് ശിഷ്ടം 0 വരുന്നു എന്ന് കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. പിടികിട്ടിയോ? ഇനി നോക്കേ, 4 3 1 8 എന്നാണെങ്കിൽ എന്റെ ആൻസർ എന്ത് വരൂടാ? 8 1ഉം കൂടെ ഇവിടുന്ന് വെട്ടിക്കളയാം. 4 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 7. അപ്പൊ ശിഷ്ടം എന്ന് പറയുന്നത് 7 ആയിരിക്കും വരുന്നത്. 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നത് 7 ആയിരിക്കും. അടുത്ത നോക്കേ, 7 3 1 8 4 6 എന്നാണ് വരുന്നതെങ്കിൽ എന്ത് വരൂടാ? ശിഷ്ടം എന്ന് പറയുന്നത് ഇവിടെ താണ്ടേ 7ഉം 6 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരൂടാ? 9 വരും. 8 1 കൂടെ 9 വരും. ഇവിടെ ഇനി അവശേഷിക്കുന്നത് 7ഉം 4ഉം. 7ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്ര വരൂടാ? 11. അപ്പൊ നിങ്ങൾ വിചാരിക്കും 9നേക്കാൾ വലുതാണ് 11. അപ്പൊ അതിനെ എടുത്തുകൂടാ. സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? തന്നിട്ടുള്ള 2 സംഖ്യകളെ തങ്ങളിൽ കൂട്ടുക. 1 കൂടെ കൂട്ടി എത്ര? 2. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് കൂട്ടുമ്പോ മൊത്തം സംഖ്യകളോട് എടുക്കുമ്പോ നിങ്ങൾക്ക് കിട്ടിയ മൂല്യം എന്ന് പറയുന്നത് ഒരു 14 കിട്ടുന്നു എന്ന് വിചാരിക്കാം. അതായത് 9 കൂട്ടുമ്പോ 9 വരുന്ന, ഗുണിക്കുമ്പോ 9 വരുന്ന എല്ലാം വെട്ടിക്കളഞ്ഞു. എല്ലാം എടുത്തതിന് ശേഷം 9ന്റെ ഗുണിതങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. എല്ലാം കൂടെ അവശേഷിക്കുന്നത് കൂട്ടിയെടുത്തപ്പോ 14 കിട്ടും. അപ്പൊ നിങ്ങളുടെ മൂല്യം എന്തായിരിക്കും? ശിഷ്ടം എന്തായിരിക്കും? 9നേക്കാൾ വലുതാണല്ലോ 14.
ഒന്നുമില്ല, തങ്ങളിക്കൂട്ട് 4 ഒന്നുകൂടെ കൂട്ടി എത്ര വരും? 5. 5 അവിടുത്തെ ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പോ പ്രധാനമായിട്ടും നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മക്കളെ എവിടെ പഠിക്കാനുള്ള, നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നതായ ഭാഗത്തു നിന്ന് പഠിക്കാനുള്ള. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി സംഖ്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രിയകൾ എന്താണ്, ഇവിടെ ചെയ്യാനുള്ള കണക്കുകൾ, ഓപ്പറേഷനുകൾ എന്താണ് എന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഏറ്റവും നല്ലതാകുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് കണ്ടന്റുകൾ എത്തിക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ല ഇനി അങ്ങോട്ടേക്ക് പോകാൻ പോകുന്ന ചവറുപോലെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. ഒത്തിരി ചോദ്യങ്ങൾ ചെയ്താൽ ഒത്തിരി നല്ലതുപോലെ പഠിക്കാൻ പറ്റും. മനസ്സിലേക്ക് കാര്യമായ രീതിയിൽ തന്നെ എല്ലാത്തിനെയും പതിപ്പിക്കാൻ പറ്റും. ഏറ്റവും നല്ലതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സും അതിവിജയകരമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.